കുക്കറിൽ വളരെ എളുപ്പത്തിലൊരു ചെമ്മീൻ ബിരിയാണിയാണ്. അതിനാദ്യമായി ഞാൻ ഒരു 1/2 കിലോയോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വച്ചേക്കുന്നതാണ്. ഇതിന് ഈ ചെമ്മീൻ നമുക്കൊന്ന് പുരട്ടി വയ്ക്കണം. അതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു ചെറിയ നാരങ്ങയുടെ ഒരു അരമുറി നാരങ്ങ നീരൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമ്മൾ വയ്ക്കണം. ഇനി ഇത് പുരട്ടി വെച്ച ശേഷം നമുക്ക് ഇനി മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ കുക്കറിലാണ് ബിരിയാണി ചെയ്യുന്നത്. ദമ്മൊന്നും ചെയ്യുന്നില്ല. വളരെ എളുപ്പത്തിൽ കുക്കറിൽ ചെയ്തെടുക്കുന്ന ഒരു പ്രോൺസ് ബിരിയാണിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ അതിനെ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞ് 2ആയി മുറിച്ചതാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് സൂക്ഷിച്ച് ചേർക്കണം, കാരണം നമ്മൾ കൊഞ്ച് പുരട്ടി വെച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ റൈസ് ഇടുമ്പോഴും ഉപ്പ് ചേർക്കും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവോള ഒന്ന് ചെറുതായി വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ജാതിപത്രിയാണിത്. ജാതിപത്രി, 2 ബേ ലീവ്സ്, കുറച്ച് സാജീരകം, ഒരു 4 ഗ്രാമ്പു, ഒരു 4 ഏലക്ക, ഒരു തക്കോലം, ഇത്രയും ചേർത്ത് കൊടുക്കുക അതിലേക്ക്. ഇനി സവോള ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്. സവോള ചെറുതായിട്ട് വാടുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6 വലിയ കഷ്ണം വെളുത്തുള്ളി, ഒരു 6 ചെറിയ പച്ചമുളക്, ഇത്രയും ചതച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ടോളണം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഈ മസാലകളൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞത് ചേർക്കണം. ഞാനിവിടെ ഒരു 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. പുളി അനുസരിച്ച് നിങ്ങൾ തക്കാളി ചേർക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനിന് അധികം വേഗില്ല. അപ്പം നമ്മൾ ഇപ്പോൾ കുക്കറിൽ അരി വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കിടന്ന് ചെമ്മീൻ അങ്ങ് വെന്തോളും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി വേവിക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 വലിയ ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 വലിയ ഗ്ലാസ്സിന് ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ളൊരു കണക്കിലാണ് ഞാനിവിടെ വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ 2 വലിയ ഗ്ലാസ് അരിക്ക് 4 വലിയ ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അരി അളക്കുന്ന അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും കറക്റ്റായിട്ട് അളന്നെടുക്കണം. അപ്പോൾ ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി ഈ വെള്ളം നന്നായി ഒന്ന് ചൂടാവണം. ഇനി ഈ വെള്ളത്തിലേക്ക് ചെറിയ ഒരു നാരങ്ങയുടെ അരമുറി നാരങ്ങയുടെ ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങയുടെ ജ്യൂസ് ചേർക്കുന്നത് ചോറ് തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാനാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് അധികം ചേർക്കണം, എങ്കിലേ ചോറിൽ ആ ഉപ്പ് പിടിക്കുകയുള്ളൂ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഇത് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. റോസ് വാട്ടർ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ല മണവും കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വെള്ളം ചെറുതായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് നെയ്യ് ഇപ്പം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയം കുറച്ച് നെയ്യ് കൂടെ ഇതിനകത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച ശേഷം ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം. മീഡിയം തീയിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. എനിക്ക് ഒരു വിസിൽ വരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ചോറെല്ലാം വെന്തിരിക്കും. ഇപ്പോൾ ഓരോ കുക്കറിലും ചൂട് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എത്ര വിസിലിടുമ്പോഴാണ് കറക്റ്റ് ചോറ് വേകുന്നതെന്ന് വെച്ചാൽ അത്രയും വിസിലിടുക. ഇത് എനിക്കിപ്പോൾ ഒരൊറ്റ വിസിലിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ കറക്റ്റ് വേഗമായിട്ടിരിക്കും. ഞാനത് ഒരു വിസിലിട്ട ശേഷം പ്രഷറൊക്കെ പോയ ശേഷം കുക്കർ തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ബിരിയാണി നന്നായി വെന്തിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ തുറന്ന് നോക്കുന്ന ഉടനെ നമ്മൾ ഇത് ബിരിയാണി കുറച്ച് ഈർപ്പം പോലെ തോന്നും. പക്ഷെ അത് കുറച്ച് നമ്മൾ ചൂട് മാറി കഴിയുമ്പോഴേക്കും അത് മാറും. ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തിടുക, അതുപോലെ തന്നെ ഉള്ളിയൊക്കെ വറുത്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ മല്ലിയിലയും പുതിനയിലയൊക്കെ തൂവി കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് നമുക്കൊരു ബിരിയാണി ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.